പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്, ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. ഓണം റംസാൻ ആഘോഷവേളയിൽ കെഫ്കോൺ ഷോറൂമായ കീച്ചേരി ഒമേഗയിൽ 5ാം വാർഷികം പ്രമാണിച്ച് ഓഫറുകളുടെ പെരുമഴ. 10% മുതൽ 60% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. 25,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ പർച്ചേസ് വൗച്ചർ. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറും. മണിയറ സെറ്റിന് 59,900 രൂപയും ബെഡ്റൂം സെറ്റിന് 48,000 രൂപയും മാത്രം. കൂടാതെ വലിയ എയർപോർട്ട് ചെയറിന് 4,900 രൂപയും വുഡൻ സോഫ പ്ലസ് ടീപോയ്ക്ക് 9,900 രൂപയും ബെഡ് പ്ലസ് നമസ്കാരം. ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. മനുഷ്യന് ഏറ്റവും കൂടുതൽ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതേക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ ചിന്ത. ഇന്ന് നമ്മൾക്ക് ഈ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള സഹകരണ ഹൃദയാലയയിലെ കാർഡിയോളജി പ്രൊഫസർ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ അവർകളാണ്. അദ്ദേഹം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും MDയും വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി DM-ഉം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം പരിയാരം സഹകരണ ഹൃദയാലയയിൽ 2007 മുതൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. അമേരിക്കയിൽ വെച്ച് നടന്ന ലോക കാർഡിയോളജി വിദഗ്ധരുടെ സമ്മേളനത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് ഫെലോ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി എന്ന ബിരുദം അദ്ദേഹം നേടുകയുണ്ടായി. കാർഡിയോളജിയുടെ ജേണലുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ KJ ദേവസ്യയുടെ മകനാണ് നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി വരുന്ന ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം സർ. നമസ്കാരം സാർ. ഇന്ന് നമ്മുടെ വിഷയം ഹൃദ്രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ആരോഗ്യ ചിന്ത. അപ്പൊ ഈ ഹൃദ്രോഗം ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായി തരുന്ന ഒരു ഇതാണ് ഹൃദ്രോഗം. അപ്പൊ എന്താണ് ഈ നമ്മൾ സാധാരണ ഇപ്പൊ കേട്ടിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് എന്നല്ല, എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൃദയത്തിന് രക്തം എത്തിച്ചു കൊടുക്കുന്ന ധമനികളെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. അതായത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ. അതിൽ കാലാകാലങ്ങളായി കൊഴുപ്പടിഞ്ഞ് അതിൽ ബ്ലോക്കുകൾ വരുമ്പോഴാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് ഹൃദ്രോഗം, രക്തധമനിയിലുള്ള ചുരുക്കം മൂലമുണ്ടാകുന്ന ഹൃദ്രോഗം എന്ന് പറയുന്നത്. ഈ ധമനിയിലെ ബ്ലോക്കുകൾ വളരെ കൂടുമ്പോൾ, അതായത് 90%, 100% ആയിത്തീരുമ്പോൾ ഹാർട്ട് അറ്റാക്കായി അത് മാറുന്നു. അപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന്റെ നമുക്ക് ആദ്യം കാണുന്ന ഒരു ലക്ഷണം എന്താണ്? ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രോഗി ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മുമ്പിലായിട്ടുള്ള നെഞ്ചിന്റെ നടുക്ക് കട്ടിയായിട്ട് ഒരു ഭാരം വെക്കുന്ന ഒരു തോന്നലാണ് രോഗി ആദ്യം അനുഭവപ്പെടുന്നത്. അതോടനുബന്ധിച്ച് രോഗികൾ പലപ്പോഴും കൂടുതലായിട്ട് വേർപ്പ്, ഈ നെഞ്ചിലുള്ള വേദന കയ്യിലേക്ക് പടരുന്നതായിട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ, അത് അസഹനീയമായ വേദനയാണ് പൊതുവെ എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള അസഹനീയമായ വേദനകൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതണം. ഈ നെഞ്ചുവേദന ഇത് ഹാർട്ട് അറ്റാക്കിന്റെ അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന ഉണ്ടായിക്കൂടെ? നെഞ്ചുവേദന പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ നെഞ്ചിന്റെ അകത്ത് പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകാം. അപ്പോൾ ഒരു മിഥ്യാധാരണയുണ്ട്, നെഞ്ചിലുള്ള എല്ലാ വേദനകളും ഹാർട്ട് വേദനയാണ്. അപ്പോൾ 2 രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, ചെറിയ വേദനകൾ ഹാർട്ടിന്റെ വേദനയാണെന്ന് തോന്നിച്ച് അവർ പേടിച്ച് ഡോക്ടറെ സമീപിക്കുന്നവരുണ്ട്. മറ്റേത് യഥാർത്ഥ വേദന വന്നാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ്
അതിന് ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻ നയിക്കും. അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെഞ്ചിന്റെ അകത്ത് ഉള്ള അന്നനാളം അതിലുണ്ടാകുന്ന ചില അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലങ്ങൾ, അത് ചിലവർക്ക് നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നെഞ്ചിന്റെ മുകളിലുള്ള എല്ല് മസിൽസിൽ ഉണ്ടാകുന്ന വേദനകൾ, പേശിവേദനകൾ, അല്ലെങ്കിൽ സന്ധികൾക്കുള്ള വേദനകൾ എല്ലാം ഈ നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാം. പക്ഷെ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ മുൻപേ കണ്ട ലക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾക്കിപ്പോ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൃദയത്തിന്റെ വേദനയാണ് മനസ്സിലാക്കാൻ വല്ല മാർഗമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണയുള്ള മറ്റുള്ള അവയവങ്ങളിൽ നിന്നുള്ള വേദന വളരെ കുറച്ചു നേരമേ നിൽക്കൂ. അത് ഒരു സൂചി വെച്ച് കുത്തുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ നെഞ്ചെരിയുന്ന പോലത്തെ വേദന. ഹൃദയത്തിന്റെ വേദന എന്ന് പറയുന്നത് പൊതുവെ വളരെ കാഠിന്യമായിട്ടുള്ള ഒരു വേദനയും അതിനോടനുബന്ധിച്ച് വേർപ്പ്, ശരീരം മൊത്തം വേർത്ത് കുളിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അത് തീർച്ചയായും ഹാർട്ടിന്റെ വേദനയായിട്ട് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മൾ ഉടനടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതാണ് ഏറ്റവും നല്ലത്, ഡോക്ടറെ സമീപിക്കേണ്ടതല്ലേ. അപ്പൊ ഈ സാർ ഇപ്പൊ വേദന എന്ന് പറഞ്ഞു, ഈ ചില പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗത്തിന്റെ വേദന അനുഭവപ്പെടില്ല എന്നുള്ള ഒരു പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രമാത്രം വാസ്തവമുണ്ട് അതിൽ? ഹൃദ്രോഗികൾക്ക് പൊതുവെ വേദനകൾ ചിലപ്പോൾ അനുഭവപ്പെടില്ല, എന്നാലും എല്ലാവർക്കും അനുഭവപ്പെടില്ല എന്ന് പറയാൻ പറ്റില്ല. ചില ശതമാനം രോഗികൾക്ക് ഒരു പക്ഷേ നെഞ്ചുവേദന അല്ലാതെ വേറെ ചില ലക്ഷണങ്ങളാണ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് അവർക്ക് കൂടുതൽ വേർപ്പ് വരിക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക എന്നുള്ള രീതിയിലുള്ള ചില വേദനകൾ, വിഷമങ്ങളാണ് അവർക്ക് ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് ചെറിയ ചെറിയ വിഷമങ്ങൾ, നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പുകൾ, അതായത് ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരിക, ഇതുവരെ വലിവിന്റെ അസുഖമില്ലാത്തവർക്ക് ശ്വാസം മുട്ടൽ വരിക, ഇങ്ങനെയുള്ള വേദനകളും വിഷമങ്ങളും വരുമ്പോൾ അവർ പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സാധാരണ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് വരുന്ന പോലെയുള്ള എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. ഈ ഹൃദ്രോഗം ഏത് പ്രായം മുതൽ ഈ വേദന അനുഭവപ്പെടാം? ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ? അതായത് ഏത് പ്രായത്തിൽ ഈ ലക്ഷണം കാണിക്കാം ഹൃദ്രോഗം? ഇപ്പൊ പല മുമ്പിലെ ഈ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ അങ്ങ് വയസ്സായ സമയത്ത് ഉണ്ടാവുന്ന ഒരു രോഗമായിരുന്നു ഹൃദ്രോഗം. ഇപ്പൊ ഇങ്ങനെ ഏജ് കുറഞ്ഞു 30 വയസ്സ് 35 വയസ്സിൽ ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് വന്ന് കാണാം. അത് ഏത് വയസ്സ്? ഇപ്പൊ സാറ് കുറെ കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഏത് പ്രായത്തിൽ ഈ ഹൃദ്രോഗത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങും? നമ്മൾ ഈ അടുത്ത കാലത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു പഠനം നടത്തി ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾ. അതിൽ പ്രധാനമായിട്ടും രോഗികൾക്ക് 45 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ് ഹൃദയരോഗം ഏറ്റവും കൂടുതൽ, ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. 45 വയസ്സിന് താഴെ നമ്മൾ 28 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് കാണുകയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 28 വയസ്സ്. അപ്പം ഈ പറയുന്ന പണ്ട് കാലത്തുള്ള ഒരു വയസ്സായ ആൾക്കാർക്കുള്ള അസുഖമാണ് ഹൃദ്രോഗം എന്നുള്ള അത് മാറി. കാരണം ചെറുപ്പക്കാരിലും ഇപ്പം വളരെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഹൃദ്രോഗം നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒരാൾക്ക് സാർ പറഞ്ഞ നെഞ്ചിന് വേദന ഒന്നും, ശരീരം മൊത്തം വേർച്ചു കുളിക്കുന്നു, നമ്മൾ എന്ത് പ്രഥമ ശുശ്രൂഷ നമുക്ക് അവർക്ക് നൽകാൻ വേണ്ടി പറ്റും? സാധാരണ രീതിയിൽ മേജർ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു പ്രഥമ ശുശ്രൂഷ ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും നമ്മളെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ECG എടുക്കുകയും ചെയ്യുക. ഇതാണ് അതിന്റെ ഏറ്റവും പ്രാഥമികമായ നടപടി ചെയ്യാനുള്ളത്. കാരണം നമ്മൾ ഈ പറയുന്ന ചൂടുവെള്ളം കുടിക്കുകയും തണുത്ത വെള്ളം കുടിക്കുകയും ഇത് വിഷമം മാറട്ടെ കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ കാണാം. അപ്പോൾ നമുക്ക് വിലയേറിയ സമയമാണ് അതിൽ നഷ്ടപ്പെടുന്നത്. അതായത് ഹൃദ്രോഗം വന്ന് മരണം അടയുന്ന മൊത്തമായി എടുത്തു നോക്കുമ്പോൾ 50% ആൾക്കാരും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ മരിക്കുന്നു. അതായത് മരണസംഖ്യ ഏറ്റവും കൂടുതൽ ആദ്യത്തെ കുറച്ച് സമയങ്ങളിലാണ് ഹൃദ്രോഗത്തിൽ. അറ്റാക്ക് വന്ന ഉടനെ തന്നെയാണ് മരണസംഖ്യ ഏറ്റവും കൂടുതലായി കാണുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പെട്ടെന്ന് വിദഗ്ധ സേവനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും. എത്രമാത്രം ഡിലേ വരുന്നോ അത്രയും രോഗിയുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം സാധാരണ കാണുന്ന ഒരു സ്വഭാവം എന്താ വെച്ചാൽ എന്തെങ്കിലും നെഞ്ഞുവേദന വന്നാൽ അത് ഗ്യാസാന്ന് പറയും. എന്നിട്ട് ഗ്യാസാന്ന് വായു ഗുളിക കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ ലൊട്ടിലൊടുക്ക് ഇല്ല. അതൊക്കെ നമ്മൾ വിലപ്പെട്ട സമയം കളഞ്ഞ അവസാനം വളരെ സീരിയസ് ആകുമ്പോൾ മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ അത് ആ രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ വേണ്ടി കാരണമായി തീരും. അപ്പൊ ഈ ഒരു അവസ്ഥയെ കുറിച്ച് സാറിന് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മളുടെ ഹൃദയത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഉണ്ടാകുന്ന അസുഖത്തിന്റെ വ്യാപ്തിയും അത് ഉണ്ടാകാനുള്ള തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിന് മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് എല്ലാവരും ഒരു 40 വയസ്സിന് ശേഷം അവരുടെ
കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുശേഷം അങ്ങനെ കൂടുതലായിട്ടുള്ളവര് ഈ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റ്, മെഷീനിൽ നടന്നുകൊണ്ടുള്ള ടെസ്റ്റ്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഞാൻ ഒരു 5 വർഷമായിട്ട് പരിഹാരം ആശുപത്രിയിൽ കാണിക്കുന്നു. ഡോക്ടർ സാറിനായിരുന്നു കാണിക്കല്. പറഞ്ഞോളൂ. പിന്നെ അത് ഇപ്പൊ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുമോ, അല്ല സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ അസുഖം? ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണോ? 2008 ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണോ? അല്ല, പ്ലാസ്റ്റി അല്ല, ഇഞ്ചക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5 ഗ്രാം ചെയ്തോ. അപ്പൊ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? സാറ് ഞാൻ കാണിക്കലേ. അതെ, ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ബ്ലോക്ക് ഉണ്ടായില്ല. ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഞാൻ ഗുളിക കഴിക്കും. അപ്പോ അത് നിർത്താൻ പറ്റുമോ അങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി. ബ്ലോക്ക് ഇല്ലാത്തവർക്ക് പൊതുവെ നമ്മൾ ബ്ലോക്കിനുള്ള മരുന്ന് കൊടുക്കാറില്ല. പിന്നെ അതിനോടനുബന്ധമായിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. കാരണം അത് കൂടാതിരിക്കാൻ വേണ്ടി, പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ കൂടിയാൽ ഭാവിയിൽ അതൊരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ബ്ലോക്കിന്റെ മരുന്നുകൾ ബ്ലോക്കില്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ അതിനോടനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ തുടർന്ന് കഴിക്കണം. ഇല്ല, തുടർന്ന് കഴിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയും നമ്മളുടെ പ്രഷറും ഒക്കെ കൺട്രോൾ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഗുളിക കുറയ്ക്കാൻ സാധിക്കും. എനിക്ക് രാവിലെ ഒരു ഗുളികയുണ്ട്, രാത്രി ഒരു ഗുളിക, അങ്ങനെ 2 തരം ഗുളിക. എന്റെ അഭിപ്രായത്തില് അത് മിക്കവാറും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളിക ആയിരിക്കണം. അത് തുടർന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സാറെ കാണിക്കല്. അതെ, 2008 മുതലേ കാണിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമുക്ക് അത് കൂടുതൽ ഒപിയിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ നാളെയാണ് ബുക്കിംഗ് ചെയ്തിട്ടുള്ളൂ. ശരി, നാളെ വരൂ. നാളെ വരാം. ശരി, വിളിച്ചതിന് നന്ദി. ശരി. സാറേ, നമ്മളിപ്പോ ഈ സാർ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ലെവൽ കൂടുകയാണെങ്കിൽ അപ്പൊ ഹലോ ഹലോ ഹലോ, അത് കട്ടായി. അപ്പൊ ഏത് ലെവൽ, ഈ കൊളസ്ട്രോളിന്റെ ലെവൽ നോർമൽ ലെവൽ എത്രയാണ്? അത് എത്രമാത്രം കൂടുമ്പോഴാണ് ഇത് നമ്മുടെ ഹൃദയത്തിന് ദോഷകരമായി ബാധിക്കുന്നത്? കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. അതായത് നല്ല കൊളസ്ട്രോള്, മോശം കൊളസ്ട്രോള്. അപ്പം ഈ മോശം കൊളസ്ട്രോള്, അതായത് മോശം കൊളസ്ട്രോൾ നമ്മൾ പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ളത് LDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോള് സാധാരണ രീതിയിൽ ഒരു 130 താഴെയാണ് നമ്മൾ വെക്കാൻ പറയാറ് പൊതുവെ അസുഖമില്ലാത്തവർക്ക്. നോർമൽ. അതെ, ഹൃദ്രോഗമുള്ളവർക്ക് അത് 100-ൽ താഴെ വരണം. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് അത് 70-ൽ കുറഞ്ഞാലും നല്ലത് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ കൊളസ്ട്രോൾ വളരെ കുറഞ്ഞ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ നടപടി. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഡോക്ടറെ. പേര് പറയും. അമീർ. അമീർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാനൊരു മെഡിക്കല് കഴിഞ്ഞിരുന്നു സൗദിയിലേക്ക് പോകാൻ വേണ്ടിക്ക്. അപ്പോൾ അത് സ്കാനിങ്ങിൽ എന്തോ കറയുണ്ടെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഫെയിൽഡ് ആയിന്. ഞാനിപ്പോ മെഡിക്കൽ എടുത്തതിന് വെച്ചാൽ 3 വർഷത്തോളമായി. ഞാനിപ്പോ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിതൊരു ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടോ നെഞ്ഞുവേനോ ഒന്നും ആയിട്ടില്ല. എനിക്കിപ്പം 25-26 വയസ്സ് കിടക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് 89 അപ്പൊ എനിക്ക് എന്നും സൗദിയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. മെഡിക്കൽ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ജന്മനാളിലെ ഹാർട്ടിനൊരു തലയാണ്, അത് പോകില്ലാന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ പറയുന്നതനുസരിച്ച് എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ജന്മന ഹൃദയത്തിൽ കല എന്ന് പറയുന്നത് ചിലപ്പോൾ വാൽവിലുള്ള ചെറിയ തടിപ്പായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ തടിപ്പുകൾ വരുന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രതിവിധികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് കഠിനമായിട്ടുള്ള ജോലിയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഒരു ചെക്കപ്പ്, ഹാർട്ടിന്റെ ഒരു ചെക്കപ്പ്, ഹാർട്ടിന്റെ ഒരു സ്കാനിങ്, എക്കോ കാർഡിയോഗ്രാഫി, ECG ഒന്നും കൂടെ എടുത്ത് നോക്കുക. എന്നിട്ട് അത് 3 കൊല്ലം മുമ്പേ അല്ലേ നിങ്ങൾ ചെക്കപ്പ് നടത്തിയത്? അതൊന്നും കൂടെ ചെയ്ത് നോക്കുക. ഡോക്ടർ ഒരു ദിവസം ഡോക്ടർ കോഴിക്കോട് കുഞ്ഞാലിക്കുട്ടി ഡോക്ടറെ നോക്കിയ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് പോകാനൊന്നും കഴിയില്ല, എനിക്ക് അങ്ങനെ 1 ലക്ഷം രൂപ ഓപ്പറേഷൻ വേണം. ഞാൻ ആ ഒരു ഇതായി പോയി, ടെൻഷൻ ആയി പോയി. നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട.
നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വരികയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ റിപ്പോർട്ടുകൾ പഴയ റിപ്പോർട്ടുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നോക്കുകയും പുതുതായിട്ട് നിങ്ങളുടെ അസുഖം അതുപോലെയുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് സ്കാൻ ചെയ്ത് ഒന്നും കൂടെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഡോക്ടർ നാട്ടിൽ പെരിയാരം ഡോക്ടർ അടുത്ത് വന്നു. പെരിയാരം ഡോക്ടർ അടുത്ത് വന്നിട്ട് ആ ഫുൾ ECG സ്കാനിങ് എക്സ്റേ എല്ലാം ചെയ്തു. എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ് അത് ജനറലിലെ പ്രശ്നമൊന്നും ആ കുഴപ്പമൊന്നുമില്ല, സക്സസ് ആണെന്ന് തന്നെ ഡോക്ടർ വിട്ട്. എനിക്ക് കുഞ്ഞാലിക്കുട്ടി അന്നേരം സൗദിയിലേക്ക് മെഡിക്കൽ എടുത്തപ്പം കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടറെ നോക്കല് മെഡിക്കലിലെ സൗദിയിലേക്കല്ലേ. അപ്പൊ ഡോക്ടർ നോക്കിയപ്പോ എന്റെ ഫിറ്റിന് അതിന്റെ അകത്ത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കോട്ടും എല്ലാം പറഞ്ഞതാണ്. പിന്നെ ആ പാസ്പോർട്ട് മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പോകുമ്പോ എന്നോട് പറഞ്ഞ ഇതിന്റെ അൺഫിറ്റ് ആണ്, എനിക്ക് പോവാൻ കഴിയില്ല, എന്റെ കുറെ പൈസ നഷ്ടമായി, വിസക്കും കൊടുത്ത ടിക്കറ്റും ബ്ലോക്കായി. അപ്പൊ പരിയാരത്തെ ഡോക്ടർ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇല്ലെന്നാണ് പറഞ്ഞത്? സീരിയസ് ആയിട്ടൊന്നും പ്രശ്നം. അന്നേരം ഒരു മുസ്ലിം ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര നാളായി ആ ചെക്കപ്പ് നടത്തിയിട്ട്? എത്ര നാളായി അവസാനം ചെക്കപ്പ് നടത്തിയിട്ട് ഹാർട്ടിന്റെ? 3 വർഷമായിട്ടുണ്ടാവും. 3 വർഷമായി. എന്റെ അഭിപ്രായത്തില് ഒന്നും കൂടെ ഒരു ചെക്കപ്പ് ചെയ്യുക. ചെക്കപ്പ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അപ്പം അടുത്തൊരു ദിവസം തന്നെ സഹകരണ ഹൃദയാലയിലേക്ക് വരൂ, അവിടെ വന്ന് നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം. എന്റെ പേര് പ്ലാസിഡ് സെബാസ്റ്റ്യൻ. അതെ അതെ. ഓക്കെ, അമീറെ വിളിച്ചതിന് നന്ദി. ഓക്കെ സാർ, നമ്മളിപ്പം LDL 70 കുറക്കും, നോർമലായിട്ട് 70 കുറക്കുന്നതായിരിക്കും ഹൃദ്രോഗം വരാണ്ടെല്ലാം ഏറ്റവും നല്ല മാർഗം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, അത് കട്ടായി. ഇപ്പൊ ഈ അതുപോലെ സാർ HDL, ഈ HDL നമ്മൾ നല്ല കൊളസ്ട്രോൾ ഉണ്ട് സാധനം. ഈ HDL ലെവൽ എത്ര വരെ പോവാം? HDL നമ്മൾ സാധാരണ പറയുന്നത് 55-ന് മുകളിലാണെങ്കിലാണ് ഏറ്റവും നല്ലത്. 55-ന് മുകളിൽ, അതായത് നമുക്ക് 55-ന് മുകളിൽ HDL വരികയാണെങ്കിൽ ആ HDL കൊളസ്ട്രോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് ഈ മോശം കൊളസ്ട്രോളിനെ അത് ഒരു പരിധി വരെ നശിപ്പിക്കാൻ ഈ HDL കൊളസ്ട്രോൾ സഹായിക്കും. അതുകൊണ്ടാണ് HDL കൊളസ്ട്രോൾ നല്ലതാകുമ്പോൾ ഹാർട്ടിന് നല്ലതെന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ HDL കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഉപാധികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നല്ല വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ വ്യായാമം ചെയ്യണം? മണിക്കൂറൊന്നും വ്യായാമം ചെയ്യണ്ട. സാധാരണ നമ്മൾ ആരോഗ്യ പറയുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ ഡെയിലി വ്യായാമം. അതായത് ഡെയിലി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ ഈ പറയുന്ന 30 തൊട്ട് 40. അതും വ്യായാമം എന്ന് പറയുന്നത് പല ലെവലിലുള്ള വ്യായാമമുണ്ട്. അതായത് ചെറുതായിട്ട് നടക്കുക, വേഗത്തിൽ നടക്കുക. സോ റിക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വളരെ വേഗത്തിൽ നടക്കുക. നമ്മൾ നല്ലോണം വേർക്കുന്ന പോലെ നമ്മുടെ ഹൃദയ ഇടിപ്പ് ഒരു 120-ന് മുകളിൽ വരുന്ന രീതിയിലുള്ള വ്യായാമം ഒരു 30 മിനിറ്റ് നേരമെങ്കിലും ഡെയിലി ചെയ്യും. ഇത് രാവിലെ വ്യായാമം ചെയ്യുന്നതാണോ നല്ലത്, വൈകുന്നേരം വ്യായാമം ചെയ്യുന്നതാണോ? അങ്ങനെ കൃത്യമായ സമയമില്ല അതിന്. സാർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഗിരിജ എവിടുന്നാ? മൊറാണെന്ന്. ഗിരിജ ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ഗിരിജ. ഞാന് പിന്നെ എനിക്ക് 82-ല് ഹാർട്ടിന്റെ വാൽവ് ചുരുങ്ങിയതിന് ഓപ്പറേഷൻ ചെയ്തതാണ്. 82-ല്. പിന്നെ അത് രണ്ടാമത് പിന്നെ 98-ല് ഇത് വീണ്ടും ചുരുങ്ങിയിട്ട് പിന്നെ ബലൂണ് ചെയ്തു. ശരി. അത് ചെയ്ത് ഇപ്പൊ എനിക്ക് അതേ വാൽവ് മാറ്റി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മളതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. ശരി. അത് കാരുണ്യയിൽ അപേക്ഷിച്ചിട്ട് പാസ്സാവാൻ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു പേടി ഡോക്ടറെ. അത് വാൽവ് ഇപ്പൊ 49 വയസ്സായി. അപ്പൊ എന്നോട് ചെറുതെല്ലാം ഒരാൾ ചോദിക്കുന്നത് എന്ത് വാൽവാ വെക്കുന്നതെന്നെല്ലാം ചെയ്യാം. നേരാന്ന് എനിക്ക് അറിയുന്നത് അങ്ങനെ പലതരം വാൽവുണ്ടെന്നെല്ലാം നേരാന്ന് അറിയുന്നു. അതെനിക്ക് അറിയണോ അതിന്റെ എങ്ങനെയാണെന്ന്. എനിക്ക് ഇത്രയും പ്രായവും 49 വയസ്സായി. അത് ചെയ്തിട്ടാകുമ്പം മുമ്പോട്ട് എന്റെ ചെറിയ മോനാണ്. മോനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടാമത് ചെയ്തത്. മോന് 15 വയസ്സേ ആയിരുന്നു ഹസ്ബൻഡിന് ചേർത്തി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഭയങ്കര കിടപ്പും
ഇതെല്ലാം വീട്ടുജോലി ഇങ്ങനെ നിന്നിട്ട് പാചകം ചെയ്യുന്നതല്ലാണ്ട് വേറെ ഒരു ശരീരത്തിനൊരു ഇങ്ങനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നില്ലേ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാൽവ് പല പ്രാവശ്യം ചുരുങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മിക്കവാറും മൈട്രൽ വാൽവിലുള്ള ചുരുക്കം വന്നിട്ട് അത് ബലൂൺ ശസ്ത്രക്രിയയിലൂടെയും പിന്നെ ക്ലോസ് മൈട്രൽ വാൽവോട്ടമി എന്ന് പറഞ്ഞ ശസ്ത്രക്രിയയിലൂടെയും വലുതാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന വാൽവുകൾ പിന്നെയും തിരിച്ചു ചുരുങ്ങാനുള്ള ഒരു ചെറിയ പ്രവണതയുണ്ട്. ചിലവർക്ക് അത് ചുരുങ്ങില്ല, ചിലവർക്ക് അത് ചുരുങ്ങും. അപ്പോൾ ചുരുക്കം വളരെ കഠിനമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാനും ചെറിയ പ്രവർത്തനങ്ങളിൽ തന്നെ ശ്വാസം മുട്ടലുകൾ ഒക്കെ വരും. അങ്ങനെ വളരെ വിഷമമുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തായാലും ആ വാൽവ് ഇപ്പം 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത വാൽവല്ലേ, അപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വരും. കാരണം വാൽവ് കാൽഷ്യം കൂടുതൽ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബലൂൺ ശസ്ത്രക്രിയ സക്സസ് ആവില്ല. അപ്പോൾ വാൽവ് മാറ്റി തന്നെ വെക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തരത്തിലുള്ള വാൽവുകളാണെന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ 49 വയസ്സുള്ള ആൾക്ക് പൊതുവെ നമ്മൾ മെക്കാനിക്കൽ വാൽവ് എന്നാണ് വെക്കാറ്. മെക്കാനിക്കൽ വാൽവ് ഒരു 20-30 കൊല്ലം വരെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ മെക്കാനിക്കൽ വാൽവ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള ഒരു ചെറിയ പ്രവണത അത് കാണിക്കും. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. അല്ല, ഞാനിപ്പോ സ്ഥിരമായിട്ട് 2 ഗുളിക കലാപ്റ്റിൻ 120, ലെനോക്സിൻ പകുതി അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ അമീപ്രോ എഴുതിയതിന് എനിക്ക് മൂത്ര കടത്തലും പ്രശ്നമുള്ളതുകൊണ്ട് ആ ഗുളിക ഞാൻ കഴിക്കലില്ല മൂത്രത്തിന്റെ. മറ്റേത് 2ഉം കഴിക്കുന്നുണ്ട്. അപ്പൊ അതും തുടരേണ്ടി വരുമോ? അതിന്റെ മിക്കവാറും നിങ്ങളുടെ ഹൃദയത്തിന്റെ താളടിപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കലാപ്റ്റിനും ഡിജോക്സിനും കഴിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഗുളികയും കൂടെ മിക്കവാറും കഴിക്കേണ്ടി വരും. ഈ പിന്നെ വാർഫ് എന്ന് പറഞ്ഞ ഗുളിക. അതെ അതെ അതെ. അപ്പൊ അല്ലാണ്ട് വേറെ എനിക്ക് ജോലി ചെയ്യുന്നതിനെല്ലാം ഇപ്പോഴത്തെ അല്ലാണ്ട് സാധാരണ പോലെ ആകുവാ? തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ എത്രയോ കൂടുതൽ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലെ ജോലികൾ നടക്കാനൊക്കെ ചെയ്യാൻ സാധിക്കും. സാധാരണ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം. അത് പേടികൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ദിവസവും 3ഉം 4ഉം ഇതുപോലെയുള്ള ഓപ്പറേഷനുകൾ സഹകരണ ഹൃദയാലയം നടക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ എല്ലാ ദിവസവും 3ഉം 4ഉം ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ഓപ്പറേഷനുകൾ. അപ്പം തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമില്ല. അതാണ് മോനെല്ലാം ചെറുതായതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആയി പോവോന്നല്ല. ഇല്ല, ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ശ്വാസം മുട്ടലും ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് എന്തായാലും ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അതെ, അത് കോംപ്ലിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് മുമ്പേ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിളിച്ചതിന് നന്ദി സാർ. നമ്മളിപ്പോ LDL കൊളസ്ട്രോൾ, ഈ LDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? LDL കൊളസ്ട്രോൾ, ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരിക്കും അത്ര മോശമായ സാധനമൊന്നും അല്ല. നമ്മുടെ ശരീരത്തിന് വളരെ സാർ ഒരു കോൾ ഉണ്ട്. അല്ല, കോളല്ലേ? ഹലോ. അപ്പം ഈ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് ഈ കൊളസ്ട്രോൾ വളരെ ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇത് അമിതമായാലാണ് ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ആകുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഉപരിയായിട്ട് കൊളസ്ട്രോള് കഴിക്കുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ആകുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു 60% കൊളസ്ട്രോളും സാധാരണ എല്ലാവരുടെയും ശരീരത്തിൽ സ്വന്തം ഉണ്ടാക്കപ്പെടുന്നതാണ്. പിന്നെ 40% ഈ ഭക്ഷണത്തിലൂടെ വരുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിൽ നമുക്ക് കൺട്രോൾ ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഈ 40% കൊളസ്ട്രോൾ എത്രയും കുറയ്ക്കാൻ സാധിക്കുന്നു അത്രയും നല്ലത്. അപ്പൊ ഈ കൊളസ്ട്രോൾ വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? കൊളസ്ട്രോൾ വർദ്ധിക്കുന്ന ഭക്ഷണം എനിക്കൊന്ന് അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ പൊതുവെ പറയാറുള്ളത് എണ്ണയിൽ ഫ്രൈ ആയിട്ടുള്ള, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഫ്രൈ ആയിട്ടുള്ള വളരെ താല്പര്യം. അതായത് ചിപ്സ്, ഫ്രൈഡ് ചിക്കൻസ്, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പിലുള്ള ക്യൂ കാണുമ്പോൾ നമുക്കറിയാം അതിനുള്ള താല്പര്യം. അപ്പൊ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ചിക്കനുകളും ഈ പറയുന്ന ഐറ്റംസ് എല്ലാം പൊതുവെ ഹാർട്ടിന് ഹാനികരമാണ്. കാരണം അത് കൊളസ്ട്രോൾ ആയിട്ട്, മോശം കൊളസ്ട്രോൾ ആയിട്ട് പെട്ടെന്ന് ഈ എണ്ണയെ മാറ്റിയെടുക്കും.
അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ വറുത്തത്, പിന്നെ ഈ പറഞ്ഞ ഘീ, നെയ്യ് ഉപയോഗിക്കുന്നത്, അതൊക്കെ പൊതുവെ ഹാർട്ടിന് അത്ര ഗുണകരമാണ്. സാർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? എന്നാ പേരെന്താ? ബാലൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഞാൻ 60+ ഉള്ള പ്രായമായിട്ടുള്ള ആളാണ്. ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ 2-3 ബ്ലഡ് ടെസ്റ്റ് ഡിഫറെന്റ് ടൈമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ LDL 85 to 130 റേഞ്ച്, ബട്ട് മൈൻ ഈസ് 43% എന്ന് കാണുന്നു. 40 to 45, അത് ടു ഗുഡ് ആണോ, അത് ടു ബാഡ് ആണോ, എന്താ അങ്ങനെ സംഭവിക്കുന്നത് ഡോക്ടർ? നമ്മുടെ കൊളസ്ട്രോള് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും ഫാസ്റ്റിങ്ങിലും ചെയ്യുന്നതിൽ കുറെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 9 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കൊളസ്ട്രോള് 85 to 140, 130 റേഞ്ചിൽ വരുന്നത്, നിങ്ങൾക്ക് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇല്ല. മെയിൻ ആയിട്ടുള്ളത് സൈലോറിക് കഴിക്കുന്നുണ്ട്, പിന്നീട് ഈ കൊളസ്ട്രോളിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പം വേറെ അസുഖങ്ങളില്ലാതെ, അതായത് പ്രഷർ, ഷുഗർ, അങ്ങനെ ഹൃദ്രോഗം എന്നുള്ളവ ഇല്ലാത്തവർക്ക് ഒരു 100 ഡോക്ടർ മൈൽഡ് ഷുഗറിന്റെ ഉണ്ട്. അതിന് റോസുവാസ് 5 mg കഴിക്കുന്നുണ്ട്. റോസുവാസ് ഷുഗറിന്റെ അല്ല, കൊളസ്ട്രോളിന്റെ ഗുളികയാണ്. അപ്പം നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുതലാണ്, അപ്പൊ മരുന്ന് കഴിച്ചിട്ടാണ് അത് ഈ പറയുന്ന റേഞ്ചിൽ വന്നിരിക്കുന്നത് അല്ലേ? അതെ, എക്സാക്ട്ലി, യെസ്. റൈറ്റ്. അപ്പം ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഐഡിയലി ഷുഗർ ഉള്ളവർക്ക് നമ്മളൊരു 100 LDL എന്ന് പറയുന്നത് 100ൽ നിർത്തുക എന്നുള്ളതാണ് ഐഡിയൽ. അപ്പം ഈ പറയുന്ന വേരിയേഷൻ വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ടൈമിലുള്ള വ്യത്യാസങ്ങൾ, ഫാസ്റ്റിംഗ് അല്ലാതെ ചെയ്യുക, ഫാസ്റ്റിംഗിലുള്ളത് ചെയ്യുക, അങ്ങനെ വരുന്നതുകൊണ്ടുള്ള വ്യത്യാസങ്ങളാണ്. ഇനി ചിലപ്പോൾ മരുന്ന് നിർത്തിയാലും ചിലപ്പം കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും. അപ്പം വളരെ കൃത്യമായ രീതിയിൽ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ, എന്ത് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡോക്ടർ പറഞ്ഞു എന്റെ അടുത്ത് മരുന്ന് നിർത്തിക്കളാന്ന് പറഞ്ഞു. പക്ഷെ ഇറ്റ് ഈസ് 80 to 130 റേഞ്ച് ആകുമ്പോൾ എന്തുകൊണ്ടാണ് ബിലോ 40 വരെ വരുന്നത്? പക്ഷെ നല്ലതാണ്. അതേസമയം HDL 65 ഉണ്ട് താനും. HDL എത്രയുണ്ട്? 65. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം ഗുഡ് സൈൻ ഡോക്ടർ. പക്ഷെ ഈ LDL ഇത്രയും ലോവസ്റ്റ് ആയിട്ട് കാണുമ്പോഴേ എങ്ങനെ ഇത് സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഡോക്ടർ. ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പോലും യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാന്ന് പറയുന്നത്, യൂഷ്വലി നമ്മൾ നിങ്ങൾ കഴിക്കുന്ന റോസുവാസ് എന്നുള്ള മരുന്ന് ഒരു 10 മില്ലിഗ്രാമിന്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. കൊളസ്ട്രോളിന്റെ LDL കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് അനുസരിച്ച് കൊളസ്ട്രോൾ കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഡോസ് കുറയ്ക്കുകയും പിന്നെ 1-2 ദിവസം കഴിക്കുക, അങ്ങനെ നമുക്ക് അതിന്റെ ഡോസ് കുറച്ചു കൊണ്ടുവരാൻ. അപ്പം നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾ നല്ല വ്യായാമം ചെയ്യുകയും നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറഞ്ഞു വരും. അതിനനുസരിച്ച് നമുക്ക് മരുന്നിന്റെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും. ലോവസ്റ്റ് ഡോസാ കഴിക്കുന്നത് ഡോക്ടർ. അപ്പൊ ഏകദേശം ഒരു 100 താഴെ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സാർ, ഇപ്പൊ നമ്മള് ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വറുത്തതും പൊരിച്ച സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണ ഒരു ട്രെൻഡ് ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം മത്സ്യം അന്ന് പൊരിച്ചിട്ട് കഴിക്കുക, എല്ലാം പൊരിച്ച സാധനങ്ങളോട് വറുത്ത സാധനങ്ങളോട് കൂടുതൽ പ്രിയം. ഫാസ്റ്റ് ഫുഡ് ലൈഫ്. അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രമാത്രം നമുക്ക് ദോഷം ചെയ്യും? നമ്മുടെ ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തിൽ എത്രമാത്രം ദോഷം ചെയ്യും ഫാസ്റ്റ് ഫുഡ് ലൈഫ്? ഫാസ്റ്റ് ഫുഡ് എന്തായാലും ഹൃദയത്തിന് നല്ലതല്ല. അതായത് നമ്മള് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന കൊളസ്ട്രോൾ കൂടും. അതായത് സാധാരണ നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആണ് ഏറ്റവും നല്ലത്. അത് തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് പണ്ട് ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം, ചോറ്, മോര്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നാടൻ കറികൾ, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല കഠിനമായിട്ടുള്ള ജോലി, അധ്വാനവും. ഇപ്പം നേരെ തിരിഞ്ഞു. അതായത് ഇപ്പം അധ്വാനം ഇല്ല, അതോടെ ഈ പറയുന്ന ഭക്ഷണ രീതിയിൽ മാറ്റം വന്നു. അതാണ് ഹൃദ്രോഗത്തില് കൂടാനുള്ള ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കാണുന്നത്. കൂടുതൽ നമ്മൾ ചിക്കൻ ബിരിയാണി വറുത്തത്, പൊരിച്ചത്, നെയ്യിൽ വറുത്തതിൽ കൂടുതൽ വെക്കുന്നത് നമ്മൾ ഈ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും. കാരണം അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ഇടക്കാലങ്ങൾ, അത് 80കളിലൊക്കെ ഈ ഹാർട്ട് അറ്റാക്കും ഹൃദയരോഗം കൊണ്ടുള്ള അസുഖം വളരെ കൂടുതലായിരുന്നു.
ഇപ്പോൾ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഇതുപോലെയുള്ള ഈ ഫാസ്റ്റ് ഫുഡ്സ് വർജിച്ച് അവർ ഒരു പരിധിവരെ അത് അവർക്ക് താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജനത്തിനും അത് ചെയ്യാൻ സാധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ നമ്മളിപ്പോ ഈ മത്സ്യം കറി വെച്ച് കഴിക്കുന്നതാണോ പൊരിച്ച് കഴിക്കുന്നതാണോ നല്ലത്? എപ്പോഴും പൊരിക്കുന്നത് വറക്കുന്നത് എപ്പോഴും ദോഷം തന്നെ ചെയ്യും. മത്സ്യം കറിയായിട്ട് കഴിക്കുന്നതാണ് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ദിവസവും മത്സ്യം കറി കഴിക്കുന്നതിൽ വിരോധമില്ല. അപ്പൊ അതൊക്കെ കോഴിമുട്ട ഉപയോഗിക്കുന്നത്? കോഴിമുട്ട ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ കോഴിയുടെ ഉണ്ണി, അതായത് മഞ്ഞ, അത് കഴിക്കാതിരിക്കാം. വെള്ള കഴിക്കാം. അതിനകത്ത് വളരെ കൊളസ്ട്രോൾ എന്ന് വിചാരിച്ച് നമ്മൾ 100% ഇതെല്ലാം ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല. നമ്മൾ അത് മിതമായ രീതിയിൽ കഴിക്കുക. അതായത് ഇപ്പം ഒരു ആഴ്ചയിൽ ഒരു കോഴിമുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ വ്യായാമം ചെയ്യുകയും ഇത് ഭക്ഷണം മാത്രമായി തീരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ കൂടുതൽ അലസതയിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. അതുപോലെ നമ്മൾ നെയ്യ്, വെണ്ണ ഇതെല്ലാം എത്രമാത്രം നമ്മൾ കൺട്രോൾ ചെയ്യണം ഇത് ഈ ഹൃദ്രോഗം വരാണ്ട്? പലപ്പോഴും പല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട്. വെളിച്ചെണ്ണ മോശമാണ്, മറ്റേ എണ്ണ നല്ലതാണ്, ഈ തന്നെ. ഇപ്പൊ ഈ എണ്ണകൾ പൊതുവെ മോശമാണ്. അതാണ് നമ്മുടെ അഭിപ്രായം. അതായത് ഏതെണ്ണയും ഒരു അമിതമായി കഴിച്ചാൽ അത് മോശമാവും. അത് തന്നെ സാധാരണ ഉള്ള നമ്മൾ പറയുന്ന സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്ന എണ്ണ തന്നെയാണെങ്കിലും അത് വളരെ കഠിനമായിട്ട് വറുത്ത് എടുക്കുമ്പോഴത്തേക്കും അത് മോശമായി തീരും. അപ്പം വളരെ കുറഞ്ഞ അളവിൽ ഏതെണ്ണയാണെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അതും വളരെ ചൂടാക്കി ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അത് ഉപയോഗിക്കാതിരിക്കും. ഇപ്പൊ സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു പ്രാവശ്യം ഇവിടെ എണ്ണയിൽ തന്നെ വീണ്ടും സാധനങ്ങൾ ഇട്ട് വീണ്ടും വറുക്കുന്നു. അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ഈ ബേക്കർ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത്, ചിപ്സിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും 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 നിരവധി പ്രാവശ്യം തിളപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം അത് വളരെ ദോഷം ചെയ്യും. ഓരോ പ്രാവശ്യവും എണ്ണ കുക്ക് ചെയ്യുമ്പോഴും അത് മോശമായി തീരും. അത് മോശം എണ്ണയായി മാറും. അത് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പപ്പടം എല്ലാം കാച്ചിയാൽ ഈ പപ്പടം കാച്ചിയ വണ്ണെടുത്തു വീണ്ടും അതിൽ തന്നെ പപ്പടം കാച്ചു. അപ്പൊ അത് ദോഷമാണ്. അത് ചെയ്യുന്ന ശരിയല്ല. ഒറ്റ പ്രാവശ്യം കളയണം. പക്ഷെ അത് കളയാൻ അവർ മനസ്സനുഭവിക്കില്ല. അല്ല, ഒരു പക്ഷേ അങ്ങനെ കളയുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം വരുന്നത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്ത് നമുക്ക് നേടാൻ ആ പൈസ അപ്പുറം പോകും. അപ്പൊ സാർ ഈ ഇപ്പം പുതിയ ഹാർട്ട് അറ്റാക്കിനുള്ള പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഹാർട്ട് അറ്റാക്കിനുള്ള പുതിയ ചികിത്സ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊടുക്കുക, അതായത് ത്രോംബോലൈസിസ്, അത് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല പഠനങ്ങളും കാണിച്ചു ഈ പറയുന്ന ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 50-60% ആൾക്കാർക്ക് ആ രക്തക്കൊഴൽ തുറക്കാൻ സാധിക്കുകയുള്ളൂ ഈ മരുന്നിൽ. അപ്പൊ പിന്നെ നൂതനമായ ചികിത്സാ രീതിയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഹാർട്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ബ്ലോക്ക് മാറ്റുക എന്നുള്ളത്. അപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതോടെ നമുക്ക് ഏകദേശം 95% അല്ലെങ്കിൽ 99% ആ ബ്ലോക്കുകൾ മാറ്റി ആ രക്തക്കുഴലുകളിൽ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഈ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? സാധാരണ രീതിയിൽ നമുക്ക് ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു 70% മുകളിലുള്ള ബ്ലോക്കുകളാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 70% മുകളിലുള്ള ബ്ലോക്കുള്ള ഒരാൾക്ക് സാധാരണ നടക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടും. ഒരു പണ്ട് 3 കിലോമീറ്റർ നടക്കുന്ന ഒരാൾക്ക് 2 കിലോമീറ്റർ നടക്കുമ്പോൾ ഈ പറയുന്ന നെഞ്ചിന്റെ നടുക്ക് ഭാരം പോലെ, അല്ലെങ്കിൽ നെഞ്ചിന്റെ ഒരു എരിച്ചിൽ പോലെ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കിതപ്പ്, ഇതാണ് പൊതുവെ തുടക്കത്തിൽ കാണുന്നത്. ആ ബ്ലോക്ക് കൂടി ഒരു 90% ആകുമ്പോൾ ചെറിയ ജോലികൾ, അതായത് വീട്ടില് കുളിക്കുക, ചെറിയ കാർ വാഷ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പം നെഞ്ചുവേദന അനുഭവപ്പെടും. അത് 100% ബ്ലോക്ക് ആകുമ്പോഴാണ് അത് ഹാർട്ട് അറ്റാക്ക് ആയി മാറുന്നത്. അപ്പം ഈ തുടക്കത്തിൽ തന്നെ, അതായത് നമുക്ക് നടക്കുമ്പോഴുണ്ടാകുന്ന നെഞ്ചുവേദന, നെഞ്ചെരിച്ചൽ അങ്ങനെയുള്ളവ വരുമ്പം അത് മനസ്സിലാക്കുകയും ഡോക്ടറെ കണ്ട്, അതായത് ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള നമ്മളുടെ ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ട്, മെഷീനിൽ നടന്നിട്ടുള്ള ECG എടുക്കുന്ന, അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റുകളിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ബ്ലോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുണ്ട്. അതിൽ ഈ ട്രെഡ്മിൽ ടെസ്റ്റിൽ തകരാറ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി അതിന്റെ യഥാസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കും. എവിടെയാണ് ബ്ലോക്ക് കണ്ടെത്താൻ സാധിക്കും. ബ്ലോക്കിന്റെ കടുന്നതിനനുസരിച്ച് ചികിത്സ. അത് ഇപ്പം ചെറിയ ബ്ലോക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതി. അങ്ങനെയല്ല. അത് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്താൽ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളൊരു, എല്ലാവരും ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു വിമുഖത, ആൻജിയോപ്ലാസ്റ്റി എന്തായാലും ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. ആൻജിയോഗ്രാം നമ്മൾ ചെയ്യുമ്പം ഹൃദയത്തിലുള്ള ധമനികളിലെ 3 പ്രധാനപ്പെട്ട ധമനികളുടെയും നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കും. നോക്കിക്കഴിഞ്ഞ് അതിൽ 70% മുകളിലുള്ള ബ്ലോക്കുകൾക്ക് മാത്രമേ എന്തെങ്കിലും ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ആവശ്യമുള്ളൂ. 70% താഴെയുള്ള ബ്ലോക്കുകൾക്ക് ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ നടത്തിയും മാറ്റം വരുത്തിയും മരുന്നുകൾ കഴിച്ചുകൊണ്ടും ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 70% ബ്ലോക്കുകൾ 1, 2, 3 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ അത് മാറ്റാൻ സാധിക്കും. പക്ഷെ വളരെ കഠിനമായ ബ്ലോക്കുകളും വളരെ നീളത്തിലുള്ള ബ്ലോക്കുകളും 3 കൂടുതലുള്ള ബ്ലോക്കുകളും പൊതുവെ
ബൈപ്പാസ് സർജറിയാണ് പറയാറ്. എന്താണ് ഈ സ്റ്റെന്റ് ചികിത്സ? സാധാരണ പണ്ടുകാലങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയപ്പം ബലൂൺ വെച്ച് രക്തക്കുഴലിലെ ബ്ലോക്ക് വികസിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 50% ആൾക്കാർക്കും ചെയ്തെടുത്ത് തിരിച്ച് ബ്ലോക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നു. അങ്ങനെയാണ് സ്റ്റെന്റ് ഡെവലപ്പ് ചെയ്തത്. സ്റ്റെന്റ് എന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ ട്യൂബാണ്. അത് ഈ ബ്ലോക്കുകളെടുത്ത് നമ്മൾ ബലൂണിന്റെ സഹായത്തിൽ വികസിപ്പിച്ച് വെക്കും. പിന്നെ ബലൂണിങ് എടുക്കുമ്പോൾ സ്റ്റെന്റ് അവിടെ തന്നെ ചുരുങ്ങില്ല. അപ്പം ആ രക്തക്കൊള്ള തിരിച്ചടയാനുള്ള പ്രവണത കുറെ അത് കുറയ്ക്കും. എന്നാലും ഈ സ്റ്റെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫോറിൻ ബോഡിയാണ്. അത് ചിലപ്പം ചിലവരുടെ ശരീരത്തിൽ അത് റിജക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും തിരിച്ച് ബ്ലോക്ക് വരാൻ അത് പക്ഷേ വളരെ ചെറിയൊരു ശതമാനം. നമ്മൾ 100 പേര് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ കാണുന്നത് പുതിയ തരം സ്റ്റെന്റുകളിൽ 5% കുറവ് ആൾക്കാർക്ക് ഇത്ര തരത്തിലുള്ള തിരിച്ചുള്ള ബ്ലോക്കുകൾ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ എന്ന് വിചാരിച്ച് അത് പേടിച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. സാർ, അപ്പൊ ഈ ഇതില്ല സ്റ്റെന്റിൽ മരുന്ന് പുരട്ടിയ സ്റ്റെന്റ് എന്താണ് ഈ മരുന്ന് പുരട്ടിയ സ്റ്റെന്റ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഇതും ഈ സയൻസ് ഇവോൾവ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ആദ്യം നമ്മൾ ബലൂൺ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണ സ്റ്റെന്റ്, അതായത് വെറും മെറ്റൽ ട്യൂബ് മാത്രം വെച്ചു. അപ്പം വെച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ 20% ആൾക്കാർക്ക് തിരിച്ച് ബ്ലോക്ക് വരുന്നു. അപ്പൊ അതിന്റെ അളവ് പിന്നെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ മരുന്ന് പുരട്ടിയ സ്റ്റെന്റ്. അതായത് ഈ തിരിച്ച് ബ്ലോക്ക് വരാനുള്ള പ്രവണത തടയുന്ന മരുന്നുകളാണ് നമ്മൾ ഈ സ്റ്റെന്റിനകത്ത് പുരട്ടുന്നത്. അങ്ങനെ പുരട്ടി കഴിയുമ്പോൾ ഈ പറയുന്ന തിരിച്ചടയാനുള്ള പ്രവണത ഈ 20% നിന്നും ഒരു 10% താഴെ 5%-ഇടയ്ക്ക് നമുക്കത് കൊണ്ടുവരാൻ നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ മരുന്ന് പുരട്ടിയ സ്റ്റെന്റുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരു രോഗിക്ക് അതിനുശേഷം ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? ആൻജിയോപ്ലാസ്റ്റിക്ക് മുമ്പുള്ളതും പിമ്പുള്ളതും ഹൃദ്രോഗികൾക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള ഭക്ഷണശൈലിയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹൃദ്രോഗികൾക്ക് മാത്രമല്ല പൊതുജനത്തിന് എല്ലാവർക്കും ഒരു 35 വയസ്സിന് ശേഷം എല്ലാവർക്കും ഈ ഒരു നല്ല ഭക്ഷണ രീതി തുടർന്നാൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാർ പറയുന്ന 35 വയസ്സിന് ശേഷം നമ്മൾ എങ്ങനെ രീതിയിൽ ഭക്ഷണം കഴിക്കണം സാർ പറയുന്നത്? 35 ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മളുടെ സാധാരണ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം, ചോറ് കറി, കേരളീയ വിഭവങ്ങൾ, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, പഴങ്ങൾ കൂടുതൽ കഴിക്കുക, ഷുഗർ ഇല്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ മീൻ കറി ഇങ്ങനെ കഴിക്കാം. പിന്നെ ഇത് ഒക്കെ നമ്മൾ എന്ന് വെച്ച് ചിക്കൻ വല്ലപ്പോഴും വറുത്ത് കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അത് മിതമായി വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഒരു കഷ്ണം എടുക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർക്കെല്ലാം ഒരു ആർത്തിയാണ് ഭക്ഷണം കാണുന്നത്. സ്ഥിരമായി പോയി കഴിഞ്ഞാൽ അല്ല, സ്ഥിരമായിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കരുത്, സ്ഥിരമായിട്ട് വറുത്താൻ പൊരിച്ചും കഴിക്കരുത്. അപ്പം ഒരു ഇൻസ്റ്റന്റിൽ ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ കഴിക്കണം. അതുപോലെ തന്നെ വ്യായാമം. ഇപ്പൊ വ്യായാമമാണ് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ തീരെ ഇല്ലാത്ത. വ്യായാമത്തിന് ആർക്കും സമയമില്ല. പണ്ട് കാലത്ത് ധാരാളം കളികളുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് പോലും കളികളില്ല. കുട്ടികളെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം ട്യൂഷനും സ്കൂളും മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വ്യായാമവും കളികളും തീരെ ഇല്ലാത്ത സമയത്ത് ഈ കുട്ടികളുടെ ആരോഗ്യത്തിന് അത് അത്രമാത്രം പ്രതികൂലം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ഈ പറയുന്ന 60 വയസ്സ് 70 വയസ്സ് പ്രായത്തിന് മുകളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ 28 വയസ്സിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഈ വരുന്ന ജീവിതശൈലിയിൽ വന്ന മാറ്റതാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഷുഗർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഡയബറ്റിക് ആയി കാണുന്നുണ്ട്. ഹലോ 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 ഹലോ, ആരാ വിളിക്കുന്നത്? വിദ്യ. വിദ്യ എവിടുന്നാ? ഓ വിദ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, മോന്റെ കാര്യം പറയാണേ. പിന്നെ മോനിപ്പോ 5 വയസ്സായി. മോന് ഓപ്പറേഷൻ കഴിഞ്ഞതാ. വാൽവ് എന്താ ചെയ്തത്? വാൽവ് മാറ്റിവെച്ചു. എറണാകുളം അമൃതയിൽ നിന്നാ ആദ്യം നമ്മള് സാറെ കാണിച്ചേ, പരിഹരിച്ച്. ഇപ്പം പിന്നെ എക്കോ ചെയ്തരം പറഞ്ഞു 5 വേണമെന്നാ പറഞ്ഞത്. അപ്പൊ എന്നാ ഇത് 5 ചെയ്യാന്ന് പറഞ്ഞാല്? ആൻജിയോഗ്രാം എന്ന് പറയുന്നത് കുട്ടികളിൽ നമ്മൾ സാധാരണ ഹൃദയത്തില് രക്തക്കുഴലിലുള്ള ബ്ലോക്കിന്റെ ആൻജിയോഗ്രാം അല്ല ചെയ്യുക. അതിന് നമ്മൾ സാധാരണ കാർഡിയക് കത്തീറ്ററൈസേഷൻ സ്റ്റഡി എന്ന് പറയുന്നതാണ്. അതായത് ഹൃദയത്തിന്റെ അറകളും ഹൃദയത്തിന്റെ വാൽവുകളെയും പറ്റിയും പഠിക്കാനുള്ള ആൻജിയോഗ്രാം ടെസ്റ്റാണ് അത്. അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഹൃദയത്തിന്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് നമ്മളെ രക്തക്കുഴലിലെ ബ്ലോക്കുകൾ മാറ്റുന്ന പോലെ തന്നെയുള്ള ടെസ്റ്റാണിതും. പക്ഷെങ്കിൽ രക്തക്കുഴല് നോക്കാറില്ല. പൊതുവെ ഹൃദയത്തിന്റെ അറകളെ പറ്റി പഠിക്കാനുള്ള ടെസ്റ്റാണിത്. ബലൂൺ ചികിത്സ അങ്ങനെയാ? അല്ല, ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ചികിത്സയല്ല, അതൊരു ടെസ്റ്റ് മാത്രമാണ്. അതെ, ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വാൽവിൽ ചുരുക്കം ഉണ്ടെങ്കിൽ തുടയിലുള്ള ധമനിയിലൂടെ ആ ബലൂൺ ശസ്ത്രക്രിയയിലൂടെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സാധിക്കും. അത് പൊതുവെ ഈ വാൽവിനുള്ള ചുരുക്കങ്ങൾക്കുള്ള ചികിത്സയാണത്.
ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്കും അതുപോലെയുള്ള ബ്ലോക്കുകളും കാണാറില്ല. വളരെ റയർ കണ്ടീഷൻസിലൊക്കെ അങ്ങനെ വരാറുള്ളൂ. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് പ്രധാനമായിട്ടും ഈ വാൽവിനുള്ള ചുരുക്കത്തിന് തുടയിലൂടെ ധമനിയിലൂടെ ബലൂൺ ശസ്ത്രക്രിയയാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ടാവുക. അതെ അതെ. ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷമായി. ഡെലിവറി ചെയ്തതാ. അതെ. ഇപ്പോ കഴിഞ്ഞ മാസം എക്കോ ചെയ്തവരെ പറഞ്ഞത് ഇത് വേണ്ടി വരും പറഞ്ഞു. അപ്പൊ ഇതിന് നല്ല ചെലവെല്ലാം ഉണ്ടാവും, നല്ല പൈസ വേണ്ടി വരും. അവരത്ര പറഞ്ഞിരിക്കുന്നതിന്റെ എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. ഇനി അടുത്ത മാസം പോയിട്ട് ഒന്നുകൂടെ എക്കോ ചെയ്യാനാ പറഞ്ഞത്. സാധാരണ ബലൂൺ ശസ്ത്രക്രിയകൾക്ക് അധികം പണം വരാറില്ല. ഒരു 50,000-60,000 രൂപയുടെ ചെലവേ സാധാരണ വരാറുള്ളൂ. ശരി, വിളിച്ചതിന് നന്ദി സാറേ. നമ്മൾ ഈ ഹൃദ്രോഗം വന്നാൽ അത് നമുക്ക് ഇപ്പൊ ഒരു കോളും ഉണ്ട്. ഹലോ 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 കിട്ടില്ല. യെസ്, നമ്മൾ ഈ ചില ദുശ്ശീലങ്ങൾ നമ്മൾ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പറയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ ദുശ്ശീലങ്ങളാണ് നമ്മൾ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ദുശ്ശീലങ്ങൾ? ദുശ്ശീലങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും എളുപ്പത്തില് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പുകവലി. പുകവലി ഭയങ്കര ഡേഞ്ചറസ് ആണ് ഹൃദ്രോഗത്തെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മൾ പറയുന്ന 4000 കെമിക്കൽസ്, പോയിസൺസ് ഉള്ള സാധനം വലിച്ചു കയറ്റുന്നതാണ് ഈ പറയുന്ന സ്മോക്കിലുള്ളത്. അപ്പോൾ പുകവലി ആണ് ഏറ്റവും നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള മാറ്റാനുള്ള ഒരു ദുശ്ശീലങ്ങൾ. അതായത് ഇപ്പം ഹൃദ്രോഗം വരാനും അത് കാരണമാക്കും. വന്നവർക്ക് പുകവലിച്ചാൽ അത് തിരിച്ച് ബ്ലോക്ക് വരാനും, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്കും അറ്റാക്ക് വന്നവർക്കും പിന്നീട് വീണ്ടും ബ്ലോക്കുകൾ വരാൻ ഈ പുകവലി വളരെ കാരണമാകും. ഇപ്പൊ പുകവലി നമുക്ക് എളുപ്പം ഒഴിവാക്കാവുന്നുള്ളൂ. പലർക്കും അതിന് അഡിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ തടയാവുന്നതേ ഉള്ളൂ. കാരണം പുകവലിക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും നേട്ടം കിട്ടാനില്ല. ഒന്ന്. രണ്ടാമത്തേത് നമ്മുടെ വ്യായാമില്ലായ്മ, അതായത് ലേസിനെസ്, അലസത. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് സമയം നമ്മളുടെ ജീവിതത്തിന് നമുക്ക് വേണ്ടിയിട്ട് അല്പസമയം, നമുക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് ഈ പറയുന്ന 30-40 മിനിറ്റ് ഒരു ദിവസം. അത് എന്തായാലും നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം വ്യായാമം ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലപ്പോഴും ഇപ്പം പലരും കഠിനാധ്വാനികളാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഉണ്ടാക്കിയ പൈസ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതശൈലിയെ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലായിരിക്കും. നമ്മൾ നിർബന്ധമായിട്ടും 1/2 മണിക്കൂർ ഡെയിലി വ്യായാമം ചെയ്യണം. അപ്പൊ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമം സാറിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വ്യായാമം വേഗത്തിൽ നടക്കുക എന്നുള്ളതാണ്. രാവിലെ 1/2 മണിക്കൂർ നടക്കുക സ്പീഡിൽ, വളരെ ബ്രിസ്ക് വാക്ക്. ഇപ്പൊ ചില ആൾക്കാർക്ക് പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ എല്ലാം പണിയെടുക്കുന്നുണ്ട്, അതുപോലെ വ്യായാമം. അത് വ്യായാമമായിട്ട് നമുക്ക് അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പം നമ്മള് സാധാരണ കുക്കിംഗ് നമ്മള് മുറിയിലൂടെയുള്ള ചെറിയ അതിലിപ്പം നമുക്ക് കാര്യമായ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് ഒരു 120 മുകളിൽ വരണം. സാർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ഞാൻ കൃഷ്ണദാസാണ്, ചെറുകുന്ന്. കൃഷ്ണദാസൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. ഞാൻ ഒരു പേഷ്യന്റ് ആണ്. ഓൾറെഡി 18 വർഷമായി കൈനക്കോട് ഇഞ്ചറി പറ്റിയിട്ട് കിടപ്പായിരുന്നു. കുറച്ചു മുമ്പേ നടക്കുകയൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യം വീട് പോയിട്ട് 2 വർഷമായി ആദ്യം കിടപ്പ് തന്നെയായിരുന്നു. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നെല്ലില് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഭയങ്കര ഇങ്ങനെ നെഞ്ചരിച്ചിലും പോച്ചെല്ലാം വന്നിട്ട് നടുക്കി സെൻട്രൽ മധ്യഭാഗന വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴുത്തിന്റെ തൊണ്ടേന്റെ അടുത്ത് ഭയങ്കര ദുഃഖം പോലെയാണ്. അത് 2 വർഷത്തോളമായി. ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അത് പിന്നെ മാറി വീട്ടിലേക്ക് വരും. അപ്പൊ ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്ത് നോക്കാന്ന് പറഞ്ഞിരുന്നു. അതെ. അപ്പം ഈ പറയുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ സാധാരണ നമ്മൾ ഈ പറഞ്ഞ ട്രെഡ്മിൽ ടെസ്റ്റ്, മെഷീനിൽ നടക്കുന്ന ടെസ്റ്റാണ് നമ്മൾ ആദ്യ നടപടി എന്ന രീതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ടെസ്റ്റ് ആൻജിയോഗ്രാം ടെസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന നെഞ്ചരിച്ചില് ഗ്യാസിന്റെയോ പിന്നെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതുകൊണ്ടോ ആവാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ടും അതേപോലെ നെഞ്ചരിച്ചിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അത് കഴിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, തുടർച്ചയായിട്ട് നിങ്ങൾ ഗ്യാസിന്റെ ഗുളിക ഒരു 15 ദിവസം കഴിച്ചു നോക്കുക. അതെ, അത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചും അത് കഴിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. സാധാരണ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ 7000 രൂപയാണ് ആൻജിയോഗ്രാം ചെയ്യുന്നതിന്. ഇല്ല, ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആവണം, അത്രേ ഉള്ളൂ.
ഓൾറെഡി എനിക്ക് നടക്കാനും വയ്യാത്ത ഒന്ന് യൂറിനൊന്നും കണ്ടോ. നമ്മൾ പൊതുവെ ഇപ്പം ആൻജിയോഗ്രാം ചെയ്യുന്നത് കൈയിലെ ധമനിയിലൂടെയാണ്. അപ്പം കാലിലെ ധമനി നമ്മൾ പൊതുവെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ആൻജിയോഗ്രാം ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ചില രോഗികളെ നമ്മൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട്. അപ്പം പിന്നെ റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ആൻജിയോഗ്രാം. അപ്പൊ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ സാർ, ഇപ്പോൾ പെരിയാർ മെഡിക്കൽ കോളേജിൽ സാർ ഇപ്പോൾ പറഞ്ഞു ആൻജിയോഗ്രാം, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് സാധാരണക്കാർക്ക് ഉപയോഗം? സാധാരണ ഈ പെരിയാർ മെഡിക്കൽ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയപ്പെടുന്നു. പക്ഷെ അത് സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എന്തൊക്കെ ഫെസിലിറ്റീസ് പെരിയാർ മെഡിക്കൽ കോളേജ് സാധാരണ ഹൃദയാലയം സാധാരണക്കാർക്ക് കൊണ്ട് നൽകി വരുന്നുണ്ട്? ഇപ്പം എനിക്ക് നമ്മുടെ ലോകത്തില് അവൈലബിൾ ആയിട്ടുള്ള ഹൃദ്രോഗ ചികിത്സയിൽ ഒരുവിധം എല്ലാം വളരെ നൂതനമായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ സാധാരണ ഹൃദയാലയമുണ്ട്, ലഭ്യമാണ്. അതായത് ഇപ്പം നമ്മൾ കാർഡിയോളജിയിൽ തന്നെ 8 കാർഡിയോളജിസ്റ്റുകൾ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നു. 8 കാർഡിയോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നൂതനമായ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസ് നമ്മൾ പെരിയാർ മെഡിക്കൽ കോളേജിൽ നമ്മൾ സാധാരണക്കാർക്ക് അറിയില്ല. പൊതുവെ ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു പക്ഷേ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കാം. പക്ഷെ എന്നാലും ഇപ്പം ഈ ഇപ്പോഴത്തെ നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു സ്ഥാപനം ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജാണ്. അതുപോലെ എല്ലാ ഗവൺമെന്റ് ആനുകൂല്യങ്ങളും നമ്മൾ പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് സാധാരണ ഇത് ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത ആൾക്കാർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പല ഫണ്ടുകളും ലഭ്യമാകുന്നുണ്ടെന്ന് ഞാൻ കേട്ട അറിവ്. അപ്പൊ എന്തൊക്കെ ഫണ്ടുകളാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഈ അതായത് പൂറായിട്ടില്ല, അതായത് ഇത് താങ്ങാൻ ശേഷിയില്ലാത്തവർക്ക് ലഭിച്ചു വരുന്ന ഫണ്ടുകൾ? ഇപ്പം നമ്മുടെ ECHS BSNL എംപ്ലോയീസിന്റെ എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ BPL APL ഗ്രൂപ്പിലുള്ളവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ ചികിത്സ, അതായത് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്യുന്നതിന് 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് ഗവൺമെന്റ് കാരുണ്യ ലോട്ടറിയിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് അത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ കിട്ടുന്നതിൽ ഇപ്പൊ പ്രധാനപ്പെട്ട പെരിയാർ മെഡിക്കൽ കോളേജ് ഏകദേശം ഇപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സ്ഥലമായ പരിയാരം മെഡിക്കൽ കോളേജ്. ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന 80% രോഗികളും ഇപ്പോൾ ഈ കാരുണ്യയുടെ ധനസഹായത്തിലൂടെയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു 10-20% ആൾക്കാരേ ഉള്ളൂ പൈസ പേ ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും. നമ്മൾ പെട്ടെന്ന് നെഞ്ഞുവേന ഒന്നും എങ്ങനെ അപ്പൊ നമ്മൾ ഈ കാരുണ്യന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം കാരുണ്യ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടും 24 മണിക്കൂറിനുള്ളിൽ. അപ്പം ഇപ്പൊ രാത്രിയിൽ 10 മണിക്ക് ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ അവരോട് പറയും ഇന്നിപ്പോ ഹാർട്ട് അറ്റാക്കിനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, നിങ്ങൾ നാളെ രാവിലെ തന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട്, അത് കളക്ടറേറ്റിലാണ് അപേക്ഷ നമ്മൾ എഴുതി കൊടുക്കും, അത് കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പൈസ സാങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈസയും അടയ്ക്കാണ്ട് അത് തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും, റീഫണ്ട് ചെയ്ത് കിട്ടും. അതെ അതെ, അത് വളരെ ഒരു ജീവൻ രക്ഷിക്കുന്ന സംഭവമാണ് ഈ കാരുണ്യം. കാരണം പൂർണ്ണമായിട്ടുള്ള ഒരാൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ ചികിത്സ താങ്ങാനാവാത്ത വന്നാൽ സാധാരണ മരിച്ചു പോലാണ്. അതെ, പണ്ട് ആദ്യകാലങ്ങളിൽ ഈ കാരുണ്യം ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് രോഗികളോട് പറയാൻ തന്നെ ഒരു മടിയായിരുന്നു. കാരണം അവർക്ക് ഇത്രയും പൈസ, അതായത് അറ്റാക്കായി വന്നു എന്നുള്ളത് ഒരു വിഷമം, അതിന്റെ കൂടെ ഇത്രയും പൈസ ചെലവിടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അത് വളരെ ലഘൂകരിച്ചു. ഈ പ്രത്യേകിച്ചുള്ള ചെലവ് കൂടാനുള്ള കാരണം വിദേശത്ത് സാധനം ഇമ്പോർട്ട് ചെയ്ത് സ്റ്റെന്റ് ഉപയോഗിക്കുന്നതാണോ ഇതിന്റെ ചെലവ് കൂടാനുള്ള കാരണം? ചെലവ് കൂടുന്നത് സ്റ്റെന്റിന്റെ മാത്രമല്ല, അതായത് ഈ ഒരു ഹാർട്ട് സെന്റർ തന്നെ ബിൽഡ് ചെയ്യാൻ അതിന്റെ കാത്ത് ലാബ് എന്ന് പറയുന്ന മെഷീന് ഒരു 3 കോടി ചെലവ് ഒരു മെഷീൻ തന്നെ. ഇപ്പം പരിഹാരത്ത് നമുക്ക് 2 മെഷീൻ ഉണ്ട് അങ്ങനത്തെ. അതെ, 6 കോടി മെഷീനുണ്ട്. അപ്പൊ അത് ഒരു വലിയ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അതിന് ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴുള്ള ഉപകരണങ്ങൾ, നമ്മൾ വയർ ഉപയോഗിക്കുന്നു, ബലൂൺസ് ഉപയോഗിക്കുന്നു, അതിനൊക്കെ ചെലവുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഈ എമൗണ്ടിൽ ശരിക്കും പറ്റില്ല. എന്നാലും നമ്മൾ ഈ സാധാരണ ഹൃദയാലയം ആയതുകൊണ്ട് നമ്മളൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെലവിൽ ചെയ്യുന്നെന്ന് മാത്രം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെറിയ ചെലവിൽ ഹൃദയ രോഗത്തിന് ചികിത്സ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ ഇപ്പൊ പെരിയാർ മെഡിക്കൽ മാറി. സാർ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ദുർമേധസ് എത്രമാത്രം ഈ ഇതിനെ ബാധിക്കും? നമ്മുടെ ഹൃദ്രോഗത്തിന് കാരണമായി തരും. പൊണ്ണത്തടി, ദുർമേധസ്, ഇതൊക്കെ ഹൃദ്രോഗത്തിലേക്ക് എത്രമാത്രം നയിക്കപ്പെടും? പൊണ്ണത്തടി നമ്മൾ ചിലപ്പോൾ നമുക്കൊരു മിഥ്യാധാരണയുണ്ട്, അതായത് തടി കൂടിയ ആൾക്കാർക്ക് കൊളസ്ട്രോൾ കൂടുതൽ കാണുക. പക്ഷെ അത് ശരിയല്ല. ഈവൻ മെലിഞ്ഞ ആൾക്കാർക്ക് പോലും കൊളസ്ട്രോൾ വളരെ കൂടുതലായിട്ട് കാണും. അപ്പൊ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ഈയിടെ ഒരു വളരെ മെലിഞ്ഞ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് നോക്കിയപ്പം LDL കൊളസ്ട്രോൾ 250, അപ്പൊ വളരെ കൂടുതലാണ്. അതേസമയം വളരെ തടി കൂടിയ ഒരാൾക്ക് നോക്കിയപ്പോൾ 130. അപ്പം ഈ കൊളസ്ട്രോളും
ദുർമേധസ് തമ്മിൽ വലിയ ബന്ധമില്ല. പക്ഷെ ഈ പറയുന്ന നമ്മള് വ്യായാമം, പൊതുവെ നമ്മൾ പൊണ്ണത്തടി വരുന്നത് വ്യായാമം ചെയ്യാതിരിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അപ്പം വ്യായാമം ചെയ്യാതിരിക്കുന്നതും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കും. അത് തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്കിലേക്ക് നമ്മൾ നയിക്കും, അതിന് സംശയമില്ല. അതുപോലെ ഇപ്പൊ നമ്മളിപ്പം എല്ലാവരും ടെൻഷന്റെ കാലമാണ്. ഇപ്പം പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം. ഈ മാനസികമായ പിരിമുറുക്കം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏതൊക്കെ രീതിയിൽ ബാധിക്കും? മാനസികമായ പിരിമുറുക്കം പല രീതിയിൽ നമ്മളെ എഫക്ട് ചെയ്യും. അതായത് ഹൃദ്രോഗത്തെ മാത്രമല്ല, അതായത് പ്രഷർ കൂട്ടും, നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂട്ടും, കൂടുതൽ ഈ പറയുന്ന കൊഴുപ്പ് അടിയാനുള്ള സാധ്യത കൂടുതലുണ്ടാകും. അപ്പൊ മാനസികമായ പിരിമുറുക്കങ്ങൾ ഹൃദ്രോഗത്തിന് വളരെ മോശമാണ്. പിരിമുറുക്കം കുറയ്ക്കാൻ സാധാരണ നമ്മൾ പറയുന്നത്, നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് യോഗ, വളരെ മെഡിറ്റേഷൻ നല്ലതാണ്. പിന്നെ സോഷ്യലൈസേഷൻ. അപ്പൊ ഇവര് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്, അതായത് സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആൾക്കാർ, കൂടുതൽ സമൂഹത്തിൽ ഇടപെടുക. അതെ, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നല്ലൊരു സോഷ്യൽ ലൈഫ് നയിക്കുക, സാമൂഹ്യ സേവനത്തിലേക്ക് ഇറങ്ങി തീരുക. അപ്പൊ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും. തീർച്ചയായും. നമ്മളെ വളരെ വിലയേറിയ സമയം നമ്മൾ ആരോഗ്യ ചിന്തയ്ക്ക് വേണ്ടി ചെലവഴിച്ച പരിയാരം മെഡിക്കൽ കോളേജ് ഹൃദയാലയിലെ പ്രൊഫസർ, കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ സാറിനോട് ആരോഗ്യ ചിന്തയുടെ പേരിലും നിങ്ങളെല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഇന്നത്തെ ആരോഗ്യ ചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് കാണാം. നന്ദി, നമസ്കാരം.